പിറവിയുടെ തണൽ എന്ന സിനിമ കാണുമ്പോൾ എനിക്ക് മൈൻഡിൽ എന്തായിരുന്നുണ്ടായിരുന്നത്, അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി ത്രില്ലർ ആയിരിക്കും, അത്യാവശ്യം വാച്ചബിൾ എങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷെ അത് അസ്ഥാനത്തായോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. തണൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു ബാങ്ക് റോബറിക്ക് ശേഷം പോലീസുകാർ വന്ന് ഷൂട്ട് ഔട്ട് ചെയ്തിട്ട് കൊലയാളികൾ ബാങ്ക് റോബറി ചെയ്തതിന് പിടിക്കുന്നുണ്ട്. പിടിച്ചതിന് ശേഷം പോകുന്ന വഴി ഒരു ചെറുപ്പക്കാരൻ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പോലീസുകാരനെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കും, എന്നോട് എന്താണ് ഇത്ര ദേഷ്യം? അപ്പോൾ പറയും, നിങ്ങളോടല്ല, ഡിപ്പാർട്ട്മെന്റിനോടാണ്. അപ്പോൾ ആ സീന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഒരു പോലീസ് സ്റ്റേഷനിലാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടെ നായകനടക്കം 7 പേര് പുതിയ കോൺസ്റ്റബിൾമാരാണ്. അവർക്ക് പോസ്റ്റിംഗ് ഓർഡർ കിട്ടണമെങ്കിൽ CA വരണം. CA എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ട് വരട്ടെ, എന്നിട്ട് തരാമെന്ന് പറഞ്ഞാൽ അവർ നിർത്തുകയാണ്. ആ സമയത്ത് ഒരു 40 മിനിറ്റോളം നായകൻ്റെ ഫ്ലാഷ് ബാക്ക്, ലവ് സ്റ്റോറിയൊക്കെ കാണിച്ച് ബോറടിപ്പിക്കുന്നുണ്ട് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട്സിന് അയക്കുന്നു. അവിടെ ഒരു പ്രത്യേക സാഹചര്യം, ഒരു കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ പിന്നീട് നടക്കുന്നത് കുറച്ച് നേരം അടിപൊളിയാണ്. കാരണം ആ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ അവരൊരു സ്ഥലത്തെത്തും, അവിടെ പെട്ടുപോകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെന്താ സംഭവം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പടം ട്രാക്കിൽ കയറി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവസാനം വരെ സിനിമ ഇമ്പ്രസീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. വില്ലൻ്റെ ഫ്ലാഷ് ബാക്ക് അടക്കം ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥിരം ടേംസ് ആണ്. കോർപ്പറേറ്റ് നാടിനെ നശിപ്പിച്ചു, അതിന് പകരം വിട്ടു. പക്ഷെ ഞാൻ ഇനി പറയുന്നത് ചിലപ്പോൾ സ്പോയിലർ ആയിരിക്കും. അത് ഈ വില്ലൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. പോലീസുകാർ, നമ്മുടെ കൂടെ നിൽക്കുന്ന പോലീസുകാർ അവൻ്റെ കൂടെ നിന്നു, അത് കാരണമാണ് പോലീസുകാരെ കൊല്ലണമെന്നൊക്കെ അങ്ങനെ പറയുന്നത്. അതന്നെ എനിക്ക് കോമഡി ആയി തോന്നി. ഇത്രയും വലിയ കോർപ്പറേറ്റ് കമ്പനിക്കാരനെ തൊടാൻ പറ്റില്ല, ഈ സാധാരണ പോലീസുകാരനെയാണ് ചൂസ് ചെയ്യണം. ശരി, അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ വില്ലനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ നായകനായിട്ടൊരു കണക്ഷനോ ഒന്നും തന്നെ തോന്നിയില്ല. ഈ പടം ത്രൂ ഔട്ട് എനിക്ക് തോന്നിയിട്ട് ഒരു പുതുമയും ഇല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് ഈ സിനിമ അങ്ങനെ ഒരു ബിലോ ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ഒരു നോർമലായിട്ട് കണ്ട് ശീലിച്ചവർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കണ്ടിട്ടാണ്.